കാണുമ്പോൾ ശരിക്കും പറയുമ്പോൾ രോമാഞ്ചങ്ങൾ വരും കാണും. നമ്മുടെ ഹൃദയങ്ങളിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങളെ വീണ്ടും കാണാൻ പറ്റി. ഭയങ്കര നല്ലായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. പിന്നെ നമ്മുടെ കൂടെ ഏറ്റവും മുകളിൽ ശ്രീദേവി മാം ഉണ്ടായിരുന്നു. അപ്പം നമ്മളത് കണ്ടു കഴിഞ്ഞ് പിറകോട് തിരിയുമ്പോൾ നമ്മൾ ആ ക്യാരക്ടറെ ശരിക്കും തന്നെ കാണുമ്പോൾ ശരിക്കും എന്താ പറയുക, നമ്മൾ സ്ക്രീനിൽ ഞാനൊക്കെ ശരിക്കും തൊട്ട് കുറേ മുന്നേ ഉള്ള ഫിലിമാണ്. അപ്പം അത് നമുക്കിങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഇത് വലിയ സ്ക്രീനിൽ കാണാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അത് കാണുമ്പോൾ ശരിക്കും പറയുമ്പോൾ രോമാഞ്ചങ്ങൾ വരും അത് കാണുമ്പോൾ. ഭയങ്കര നല്ലായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഞാൻ ജനിക്കുന്നതിന് മുമ്പൊക്കെ ഇറങ്ങിയ സിനിമയാണെന്ന് തോന്നുന്നു. സോ എന്തായാലും അത് ഒരു വേറെ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ആൻഡ് ശ്രീദേവി എന്ന് പറഞ്ഞ ക്യാരക്ടർ ആണെങ്കിൽ അവിടെ ഇരിക്കുന്നു, അവിടെ മുകളിൽ ഇരിപ്പുണ്ടായിരുന്നല്ലോ. അപ്പം ആ നെക്സ്റ്റ് ഷോ കഴിഞ്ഞിട്ട് പിന്നെ ലൈക്ക് ശ്രീദേവി എന്ന് പറഞ്ഞ ക്യാരക്ടർ പ്ലേ ചെയ്ത് കാണുമ്പോൾ ഭയങ്കര വേറെ ഒരു വൈബായിരുന്നു കണ്ടിരുന്ന സമയത്ത്. ഭയങ്കര നല്ലതായിരുന്നു. പണ്ടത്തെ ലാലേട്ടനും ശോഭനയൊക്കെ എത്രമാത്രം ഭയങ്കരമായിട്ട് നമ്മൾ പ്രതീക്ഷിച്ചതിലും കൂടുതലും എന്തായിരുന്നു എന്നുള്ളത് ഇന്ന് ഈ 4K കാണുമ്പോൾ വലിയ സ്ക്രീനിൽ നമ്മൾ കാണുമ്പോൾ അവരുടെ ഓരോ ചലനങ്ങൾ, ചെറിയ നിസ്സാരം മൈന്യൂട്ടായ ചലനങ്ങൾ പോലും നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതിൻ്റേതായ ഒരു പ്രത്യേകത അനുഭവമുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ചെറിയ സ്ക്രീനിൽ അല്ലെങ്കിൽ ടി വിയിൽ കാണുന്നു, അല്ലെങ്കിൽ പണ്ടത്തെ പോലെ ഒരു ചെറിയ തിയേറ്ററിൽ കാണുന്ന പോലെയല്ല. ഇത് വേറെ അനുഭവം തന്നെയാണ്. കാരണം വെച്ചാൽ നമുക്ക് ജീവിക്കുന്ന ഒരു ലാലേട്ടനും ശോഭനയും അതുപോലെ തന്നെ തിലകനും എല്ലാവരും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഞാൻ ജനിക്കണേക്ക് മുമ്പ് ഇറങ്ങിയ പടമായിരുന്നല്ലോ. അപ്പോൾ റിലീസ് ചെയ്തപ്പോൾ എന്തായാലും കാണണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം മിക്ക സീൻസും ഇപ്പോൾ ശോഭന മാമിൻ്റെ ആയാലും നമ്മളെ മെയിൻ ആ ഒരു സീനുണ്ട്, അതൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നു. തിയേറ്റർ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. എല്ലാവരും വന്ന് തിയേറ്ററിൽ വന്ന് കാണണം. വീണ്ടും ഒന്ന് കാണുക എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ബോറടിച്ചിരിക്കുമ്പോഴേക്കും ടി വിയിലൊക്കെ യൂട്യൂബിലൊക്കെ ഇരുന്ന് നമ്മൾ കാണുമായിരിക്കും. പക്ഷേ തിയേറ്ററിൽ വന്ന് വീണ്ടും കണ്ടപ്പോൾ ഏറ്റവും വലിയൊരു മികച്ചൊരു സംഭവം എന്ന് പറഞ്ഞാൽ ആ ഒരു ശബ്ദ മികവ് ഇപ്പോഴത്തെ നൂതന സിനിമകളോടൊപ്പം തന്നെ പിടിച്ചു നിൽക്കുന്ന രീതിയിലാണ് ഇതിൽ ഒരുക്കിയിരിക്കുന്നത്. പിന്നെ നമ്മൾ എപ്പോഴും കാണാൻ ഇഷ്ടപ്പെടുന്ന, നമ്മളിൽ നിന്ന് അകന്നുപോയി പക്ഷേ ഇന്ന് സിനിമയിലൂടെ നമ്മുടെ ഹൃദയങ്ങളിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങളെ വീണ്ടും കാണാൻ പറ്റി.